നീ ഇനി എന്ന് ജോലി വാങ്ങി എന്റെ പപ്പാനെ കൺവിൻസ് ചെയ്യാനാ? ഞാൻ ഇറങ്ങി വരാം. മോനെ, ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നായിരുന്നു. 4 ദിവസത്തിനുള്ളിൽ പൈസ അടച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാനാ അവര് പറയണേ. എടാ നീ ഇന്ന് തരാം നാളെ തരാം എന്നൊക്കെ പറഞ്ഞ് എത്രയാണ് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചേ? എനിക്ക് 2 ദിവസത്തിനുള്ളിൽ എന്റെ കാശ് കിട്ടണം. ഇങ്ങനെ നാണം കെട്ടി താലിയും കുളിച്ച് നിൽക്കാതെ പോയി ചത്തുവിടണം നിനക്ക്. നീ എന്ന് എന്റെ ജീവിതത്തിൽ വന്ന അന്നാണ് എന്റെ ജീവിതം തൊലഞ്ഞു പോയത്. ഞാൻ മിണ്ടും. നീ എന്നെ അന്ന് എന്റെ കഷ്ടകാലം തുടങ്ങിയത്. അയ്യ, ഇതന്നെയല്ലേ ഞാനും പറഞ്ഞേ. ഞാൻ പറയും, ഇനിയും പറയും. പുതിയതായിട്ട് എന്തെങ്കിലും പറയടി. ഞാൻ പറഞ്ഞ മര്യാദക്ക് കേട്ടോണം. ഓ പിന്നെ നീ പറഞ്ഞ കേൾക്കാനേ, ഞാൻ നിന്റെ കോളേജിൽ പുറകെ നടന്ന ഉഷ്ണകുമാർ അല്ലടി. നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിൽ പറഞ്ഞ ഉഷ്ണനെ വെച്ചിട്ടാണല്ലോ. വലിച്ചാൽ നീ എന്ത് ചെയ്യും? അവന്റെ ഒരു പേരും ഉഷ്ണം എനിക്ക് അവനെ പണ്ടേ ഇഷ്ടമല്ല. നിർത്തടാ. അയ്യോ പ്രേതോ? നീയൊക്കെ ഏതാടാ? നീ ഏതാ? ആഹാ, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ആരാന്നാ? നിന്റെ വീടോ? ഇത് ഞങ്ങള് വാടകയ്ക്ക് കൊടുത്ത വീടാടാ. ആര് വാടക കൊടുത്ത്? ഇത് ഞാൻ വാടക കൊടുത്ത് താമസിക്കുന്ന വീടാ. എടാ കള്ള, പെരും കള്ള. 2 ദിവസം ഞങ്ങൾ തറവാട് പോയി നിന്നപ്പോ ആളില്ലാത്ത വീട്ടുകാർ ഡയലോഗ് അടിക്കുന്ന കള്ളം നിന്റെ തന്ത ഉടായിപ്രക്കാരം ഇപ്പൊ ഇറങ്ങിക്കോളാം എന്റെ വീട്ടിൽ നിന്ന്. വിളിയടി, വിളി 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 വിളി. ആ ബ്രോക്കറിന് ഇപ്പൊ വിളി. ഇതിനൊരു തീരുമാനമാക്കും. ഫോൺ വിളിച്ച് നീക്കെ ബുദ്ധിമുട്ടാ, ഞാനായിട്ട് വിളിച്ചോളാം. ഫോണൊന്നും ഇല്ലല്ലോ, കാണിച്ചേടാ. വിളിക്ക് വിളിക്ക്, തീരുമാനമാവട്ടെ. സത്യം പറയടോ, തന്റെ സെറ്റപ്പ് അല്ലേ? ചുമ്മാ അനാവശ്യം പറയല്ലേ. 2 മാസം 2 മാസം ഞാൻ ഇല്ലാത്ത തക്കം നോക്കി വീട് വാടകയ്ക്ക് കൊടുത്തിട്ടോ. ചുമ്മാ അനാവശ്യം പറഞ്ഞോണ്ടിരിക്കില്ലേ. അതെ അതെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ വെറുതെ എന്റെ പേര് വലിച്ചിട്ടല്ലേ? ആനേ, അവൻ ഒരു കള്ളനല്ലേ. മേലെ കള്ളാന്ന് വിളിച്ചോല്ലേ? ശരി സി ഐ സാർ അങ്ങോട്ട് മാറിയിരിക്കും. ഞാൻ അത് ഈ പ്രശ്നം തീർക്കട്ടെ. പ്രശ്നം തീർക്കാനാ ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്. എടാ നീ ആരെയാ ബ്രോക്കറിനെ വിളിയടാ, അയാൾ വരട്ടെ. ബ്രോക്കർ അല്ലേ? കിട്ടുന്നതും ഇല്ലല്ലേ. നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞാണ് വീട് വിട്ട് ഇറങ്ങണ്ടാന്ന്. എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്റെ ഫ്രണ്ടിനെ കെട്ടിക്കാൻ നോക്കുമ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നാ മതിയോ? എന്ന് വെച്ചാൽ അപ്പൊ തന്നെ ചാടി ഇറങ്ങി വരുമോ? കള്ളം പറ. അല്ല മോൻ പറ. സിറ്റുവേഷൻ നോക്കാതെ അങ്ങനെ ചാടി ഇറങ്ങി വരാമോ? നീ പറയടാ, ഇന്ന് കെട്ടിക്കും നാളെ കെട്ടിക്കെന്ന് പറഞ്ഞിരിക്കുന്ന എന്റെ വീട്ടുകാരും എന്റെ കിട്ടിലെ ചത്തകൾ എന്ന് പറയുന്നത് ഇങ്ങനെ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? പറയടാ, ഞാനെന്താ ചെയ്യണ്ടേ? ഞാനെന്ത് പറയാനാ? ഓടണം, ഒളിച്ചോടണം. ഞാൻ ഓടി. എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കണ്ടേ? എന്ത്? എന്റെ പൊന്ന് ബ്രോ, ജോലിയും കൂലിയില്ലാത്ത എന്റെ കൂടെ ആരെങ്കിലും ഇറങ്ങി വരുമോ? ജോലിയല്ലേ, അത് അന്വേഷിക്കാലോ, 2 പേർക്കും ചെയ്യാലോ, ചെറുതെങ്കിൽ ചെറുത്. ആ അത് ശരിയാ. എന്തോ ശരി, നാട് വന്ന കടമാണ്, കേറി കിടക്കാൻ സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെ ഇവിടെ വിളിച്ചിറക്കും? ലൈഫ് ആകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഫേസ് ചെയ്യണം, ഒറ്റയ്ക്കല്ലല്ലോ. ഞാനില്ലേ? എവിടെ കിട്ടും ബ്രോ ഇത്ര സപ്പോർട്ടിങ് ഒരു പെണ്ണിനെ? അങ്ങനെ പറഞ്ഞുകൂട്. പ്രശ്നം വരുമ്പോ ഫേസ് ചെയ്യാൻ ഒരു മൈൻഡ് ഉണ്ടായാൽ മതി. അതെ ബ്രോ, ജീവിക്കാൻ ഒരുപാട് വഴികളില്ലേ? സത്യം ഇപ്പൊ തോന്നുന്നു എല്ലാം അങ്ങ് ഫേസ് ചെയ്താൽ മതിയായിരുന്നു. ചുമ്മാ ഫേസ് ചെയ്യണം ബ്രോ. അന്നങ്ങനെ പെട്ടെന്ന് ചാടിക്കറി മരിക്കണ്ടായിരുന്നല്ലേ. അതെ അതെ, ചെറിയ കാര്യത്തിനൊക്കെ. പോയി ഹലോ. അല്ല ഏട്ടാ, ഇതിന് മുമ്പ് ഇവിടെ ആരേലും എന്റെ പൊന്നു മോനെ, അത് ഈ നാട്ടുകാർ പറഞ്ഞ് പരത്തുന്നതാ. ഏതോ പയ്യനും പെണ്ണു ഇവിടെ കയറി തുമ്മിയെന്നൊക്കെ. ആ സൂയക്കാരാന്നേ. മോനാന്ന് കേട്ട് ടെൻഷൻ ആവണ്ട കേട്ടോ. നാമൊക്കെ ജപിച്ചിട്ടങ്ങ് ഉറങ്ങിയാ മതി. ആ അയ്യോ. കർപ്പൂരകാരം കരുണാവതാരം സംസാരസാരം ഗജകേന്ദ്രസാരം. എടാ ഗജകേന്ദ്ര സാരം അല്ലടാ, ഭുജകേന്ദ്ര ഹാരം. കറക്റ്റ് ആയിട്ട് പാടും. നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഞങ്ങളവിടെ പോവാൻ ഞങ്ങളുടെ കൂടെ വിടല്ലേ? അയ്യോ, നമശിവായ 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 നമശിവായ.